ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുത്ത് ഇനി അതൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോ അടുപ്പിച്ച് വരും ചിക്കന്. 2 കിലോ ആയിട്ട് മേടിച്ചിട്ടാണ് പിന്നെ ഡ്രസ്സ് ചെയ്തൊക്കെ ക്ലീൻ ചെയ്ത് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോ അടുപ്പിച്ച് വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇപ്പോൾ തേങ്ങാക്കൊത്ത് മൂത്തതിന് ശേഷം കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഇതിനാവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം പോയി ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അടച്ചു വെച്ച് ഒക്കെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. വടി പിടിക്കാതെ ഇപ്പോൾ നല്ലപോലെ നമ്മുടെ സവാളയൊക്കെ വഴന്ന് ഇട്ടതിൻ്റെയും പകുതി ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം 5-6 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിന് ശേഷം നമുക്ക് ഗരം മസാലപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇച്ചിരി ചിക്കൻ മസാല ഇട്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് രണ്ടാമത് ഇച്ചിരി ഇടുന്നതായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി ആ തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. ഒരിച്ചിരി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വഴറ്റിയാലും മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് വാഴി വന്നിട്ടുണ്ട്. ഇപ്പോൾ അരപ്പെല്ലാം പച്ചപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് മീൻ മേടിക്കാൻ പോയതാണ്. പക്ഷേ മീൻ എനിക്ക് അറിയാവുന്ന സ്ഥലത്ത് പോയപ്പോൾ മീൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്നും നമുക്കിങ്ങനെ എന്താ പറയാൻ ഇത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അന്ന് ചിക്കൻ മേടിച്ചായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ 2-3 ദിവസമായി എടുത്തിട്ട് അപ്പോൾ ഇന്നിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ചോറിനായാലും ചപ്പാത്തിക്കായാലും ഞാനിന്നിവിടെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇന്നല്ല ആ വീഡിയോ എടുത്തതിൻ്റെ അന്ന് ഇടിയപ്പം ഉണ്ടാക്കിയ കേട്ടോ. അപ്പോൾ വീഡിയോ നമ്മൾ ഈ സംസാരിക്കും പെട്ടെന്ന് ഇന്നങ്ങ് ആയിപ്പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് പച്ചക്കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ പക്ഷേ കറിവേപ്പില മല്ലിയിലൊക്കെ നല്ല പച്ചയ്ക്ക് കിട്ടും കേട്ടോ. വാടി പോകത്തില്ല. വെജിറ്റബിൾസും അങ്ങനെ നല്ല പച്ചയ്ക്കായിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക.
എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വലിയ നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് വലിയ താങ്ക്സ്. അപ്പോൾ ഇതാ ഞാൻ അതിന് ശേഷം കുറച്ച് മല്ലിയിലയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഒത്തിരി ഇത് പറ്റിയതിന് ശേഷം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്.